ഓണപരീക്ഷ മുതൽ എല്ലാ പരീക്ഷകളിലും ഒന്നാമതായ വിദ്യാർത്ഥിയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ മരണവാർത്ത കേട്ട ഞെട്ടലിൽ നിന്ന് ശ്രീല ടീച്ചർ ഇപ്പോഴും മുക്തയായിട്ടില്ല. ടീച്ചറുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഹിഷാം മടങ്ങിയത് ക്ലാസ് ടോപ്പറായ പ്രോഗ്രസ് റിപ്പോർട്ട് കാണാനാവാതെ. ഹിഷാമിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടാൻ നിൽക്കാതെ ഉമ്മ സുഹറയും മകനോടൊപ്പം യാത്രയായി. 8ാം ക്ലാസ് വാർഷിക പരീക്ഷയിൽ 300-ൽ 207 മാർക്കോടെ ആൺകുട്ടികളിലെ ടോപ്പറാണ് ഹിഷാം. ഗണിതത്തിൽ 40-ൽ 39ഉം അറബിയിൽ 40-ൽ 40 മാർക്കോടെ തിളക്കമുള്ള വിജയമാണ് ഹിഷാമിൻ്റേത്. അപകടത്തിൽ മരിച്ചവരുടെ പട്ടികയിൽ ചെറുകുളമ്പ് IKTHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഹിഷാമിന്റെ പേരുകൂടി വന്നത് ബന്ധുക്കളെയും നാട്ടുകാരെയും പോലെ അധ്യാപകരെയും സഹപാഠികളെയും കണ്ണീരിലാഴ്ത്തി. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം വിഭാഗത്തിൽ 8A ക്ലാസ്സിൽ നമ്പർ 32 മുഹമ്മദ് ഹിഷാം എ എന്ന് താൻ ഹാജർ വിളിക്കുമ്പോൾ ചിരിച്ച മുഖത്തോടെ സൗമ്യനായി പ്രസന്റ് മിസ് എന്ന് പറയുന്ന അവന്റെ മുഖം മനസ്സിൽ നിന്ന് മായില്ലെന്ന് അധ്യാപിക ശ്രീല നായർ കണ്ണീരോടെ പറയുന്നു. ക്ലാസ്സിലെ എല്ലാ കുട്ടികളോടും ഒരുപോലെ സൗഹൃദം പുലർത്തിയ കുട്ടിയായിരുന്നു ഹിഷാം എന്ന് ശ്രീല ഓർക്കുന്നു. ചെറുകുളമ്പ് KSKM UP സ്കൂൾ മുതൽ കൂടെയുണ്ടായിരുന്നവരാണ് 8ാം ക്ലാസ്സിലും ഹിഷാമിന്റെ സഹപാഠികൾ. പ്രിയപ്പെട്ട ചങ്ക് ബ്രോയുടെ ചലനമറ്റ ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ കൂട്ടുകാർ രാവിലെ 7 മുതൽ പാങ്ങ് GHSSലെത്തിയിരുന്നു. 9 മണിയോടെ ഹിഷാമിനെയും വഹിച്ച് ആംബുലൻസുകൾ സ്കൂൾ മുറ്റത്തെത്തിയപ്പോൾ അവരുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഹിഷാമിന്റെ മുഖം അവസാനമായി കണ്ടപ്പോൾ അവർ ഉറക്കെ കരഞ്ഞു. കൂടെയുണ്ടായിരുന്ന ഹിഷാമിന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും കരച്ചിലടക്കാനാവുന്നുണ്ടായിരുന്നില്ല. മൃതദേഹങ്ങൾ കാണാൻ അധ്യാപകർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നറിയാതെ രാവിലെ 10 വരെ വെയിലത്ത് വരി നിന്നാണ് ക്ലാസ് ടീച്ചർ ശ്രീല നായർ ഉൾപ്പെടെയുള്ളവർ പ്രിയ ശിഷ്യനെ അവസാനമായി കണ്ടത്. പഠനത്തിനൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഫുട്ബോളിലുമെല്ലാം മിടുക്കനായ ഹിഷാമിന്റെ വേർപാട് ബന്ധുക്കൾക്കെന്ന പോലെ സ്കൂളിനും നഷ്ടമാണെന്ന് അധ്യാപകർ പറയുന്നു. ക്ലാസ്സിൽ അച്ചടക്കത്തോടെ സൗമ്യനായി ഇരിക്കുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഓമനത്വമുള്ള ആ മുഖം തങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കാൻ ഒരു വിധിക്കും സാധിക്കില്ലെന്ന് അവർ പറയുന്നു. ഹിഷാം നന്നായി പഠിക്കുമെന്ന് മാത്രമല്ല നല്ല ഫുട്ബോൾ കളിക്കാരൻ കൂടിയായിരുന്നു. നാട്ടിലെ ലിബർട്ടി ജൂനിയർ ടീമിൽ അംഗമായിരുന്നു ഹിഷാം. കൂടെ കളിക്കുന്ന കൂട്ടുകാരെല്ലാം ഹിഷാമിനെ അവസാനമായി കാണാൻ വീട്ടിലേക്കെത്തിയിരുന്നു. ഹിഷാം ഇനി മുതൽ ടീമിലുണ്ടാകില്ലെന്ന് വിശ്വസിക്കാൻ അവർക്കാകുന്നില്ല.